അപ്പൊ ദാ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നത് കാണട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു മഴയല്ല. എങ്ങനെയാണ് ടീച്ചർ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നത്? റെഡി 1 2 3. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ കുളത്തിന്റെ മുകളിൽ കൂടെ അതാ തൂക്കുപാലം ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ സ്കൂളിൽ ഈ ഒരു ഇത്രയും സംഭവമാക്കി മാറ്റിയെന്ന് ചോദിക്കാം. ഇവിടെയുള്ള നാട്ടുകാർക്കായിട്ട് അതായത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ജിം ഓപ്പൺ ആവാൻ പോകുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഞാനെന്നുള്ളത് എന്റെ സ്വന്തം നാട്ടില് വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സ്കൂളിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളിലെ നമ്പർ 1 ഒരു സ്കൂളാണ്. അപ്പോൾ സ്കൂളിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോയുടെ കമന്റിൽ എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇതൊരു ശരിക്കൊരു പന ഉണ്ടല്ലോ, കരിമ്പനയുടെ ഒരു ടൈപ്പിലുണ്ടായിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പ്ലാവാണ്. പ്ലാവിൻ്റെ മുകളിൽ ഇതാ ചക്ക അടക്കം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഹാപ്പി റംസാൻ, ഹാപ്പി ഓണം, അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ്, എല്ലാ ആഘോഷങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയത്തുണ്ട്. എന്താ കാര്യം നമുക്ക് നമ്മുടെ ക്രിസ്മസ് ആഘോഷമാണ്. എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ ചിക്കൻ കറിയാണ്, ചോറും ചിക്കൻ കറി എല്ലാ വർഷവും. എല്ലാ വർഷവും അതെല്ലാ ആഘോഷവും ഞങ്ങളിവിടെ ഉണ്ട്. പെരുന്നാളാണെങ്കിലും ഉണ്ട്, അതുപോലെ ഓണസദ്യ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്തത് തന്നെയാണത്. ചെയ്താണത്. നമ്മുടെ ടി വി ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ. ഈ ചെടികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഗേറ്റ് കൊണ്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ പാർക്കിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നല്ല പ്ലാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിന്റെ മുകളിൽ ഓൾറെഡി ചക്ക ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ജൈവവൈവിധ്യ ഉദ്യാനം എന്നുള്ള അതിന്റെ ഭാഗമായിട്ടാണ് കുളം, അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങള് ഒക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതില് മീനൊക്കെ ഇട്ടുണ്ട്. അതില് മീനൊക്കെ ഉണ്ട് അല്ലേ? അതെ, വളർത്തു മീനിട്ടുണ്ട്. പക്ഷെ ഒക്കെ താഴത്തായിരിക്കും അല്ലേ? ഇതിന്റെ ഉള്ളിൽ മീനൊക്കെ ഉണ്ട് പറഞ്ഞിട്ടോ നമ്മുടെ ടീച്ചർ. പിന്നെ പിള്ളേർക്ക് ഇത് നടക്കാൻ പറ്റുമോ? ഇത് തൂക്കുപാലാണ്, കുട്ടികളെ നടത്താറുണ്ട്. പിന്നെ വെള്ളം നിറച്ചിട്ട കാരണം എന്തെങ്കിലും ഇനിയിപ്പോ ഒരു അപകടം പറ്റണ്ട. അതെ അതെ. അപ്പൊ തൂക്കുപാലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലുണ്ട്, പിന്നെ ഗുഹ ഉണ്ട്. എന്താ പറയാ, ഇവിടെ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. ചെടികളും മരങ്ങളും മുളകളും അങ്ങനെയൊക്കെയുള്ള ഒരു ഭംഗിയുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഇതിങ്ങനെ കിടന്ന് ആടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ രസകരമായിട്ട് ഈ തൂക്കുപാലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചാടുമായിരുന്നു അല്ലേ? റണ്ണിങ് ഉണ്ട്. അതെ, ഇതില് വെള്ളം ചാടിക്കൊണ്ടിരിക്കും. നമ്മുടെ വാർഡ് മെമ്പറാണ് വരൂർ പഞ്ചായത്തിന്റെ. അപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും ഏത് സമയത്തും ഇവിടെ തന്നെ ഉണ്ട്. ഏത് സമയത്തുണ്ട്. അതായത് നമ്മുടെ നാട്ടുകാരുടെ അതുപോലെ തന്നെ നാട്ടിന്റെ പഞ്ചായത്തിന്റെ സഹകരണം. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തോളണം. വൈകുന്നേരം 10 മണിക്ക് ഇവിടുന്ന് പോവുള്ളൂ. ശരി, ഫുൾ ടൈം ഇവിടെ ഉണ്ട്. എന്തൊരു കാര്യത്തിനും ഫുൾ ടൈം. ഞങ്ങൾ പഞ്ചായത്തുകാർ ഉണ്ട് ഫുള്ള്. പിന്നെ ഇതെന്റെ വാർഡിലാണ് സ്കൂള്. എന്റെ ഇതാണ്, എന്റെ വീടും തൊട്ടടുത്താണ്. 3 കോടിയുടെ കെട്ടിടമാണ് ഈ നിൽക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ സ്റ്റേജ് വരുന്നുണ്ട്, കിച്ചൺ വരുന്നുണ്ട്. ഇതെല്ലാം പഞ്ചായത്തിൻ്റെതായിട്ട് പാസ്സാക്കി കഴിഞ്ഞു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. അരയനുണ്ട്. അരയനെ നമ്മളെ കണ്ടിട്ട് കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ താറാവുകളുണ്ട്. ഇവരൊക്കെ റെസ്റ്റിലാണ്. ഉച്ച സമയത്താണ് എപ്പോഴും വന്നേക്കുന്നത്. പിന്നെ മുയലുകളുണ്ട്. നീ കൊടുത്ത ഇലയാണ് ഇത് കഴിക്കണല്ലേ, കണ്ടാ? അപ്പോൾ അവരുണ്ട്. പിന്നെ ഇവിടെ കോഴികളും അവിടെ പ്രാവുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പിള്ളേർക്ക് ഇതൊക്കെ വന്നിട്ട് ആസ്വദിക്കാനുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കിണറിൻ്റെ ടൈപ്പിൽ ഫിഷ് ടാങ്കാണ്. ഇതിൽ മീനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ട് ഇവിടെ നിന്നിട്ട് പിള്ളേർക്ക് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു വീട്. ഒരു ഓടിട്ട വീടിൻ്റെ ഫീലിങ്ങിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എന്തെങ്കിലും ചെയ്യണോ? ഊഞ്ഞാലാടുക. വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ പ്രീ പ്രൈമറി എൻട്രൻസ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മഴവില്ലോടും അതുപോലെ തന്നെ ആനയും അതുപോലെ ജിറാഫൊക്കെ കൂടിയിട്ടാണ് ഇവിടെ പ്രീ പ്രൈമറി എൻട്രൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്താ ഇവിടെ പരിപാടി? എല്ലാവരും എന്താ പരിപാടി? ടീച്ചർമാരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാ ടീച്ചർമാരും അടിക്കോ? ടീച്ചർമാരെ അടിക്കോ? അവർ അടിക്കൊന്നുമില്ല. അപ്പൊ പഠിച്ചു വന്നില്ലെങ്കിലോ? ടീച്ചറുള്ളോ? നാളെ ചെയ്യാൻ പറയുള്ളൂ. വടിയില്ല അപ്പൊ ടീച്ചർ ഞാനൊക്കെ പഠിക്കുമ്പോഴേ ടീച്ചർമാര് നല്ല അടിയായിരുന്നല്ലോ. അപ്പൊ അതൊന്നുമില്ലേ? ടീച്ചർമാരെ അടിയൊക്കെ നിർത്തിയോ? എന്ത് ഭംഗിയാ നോക്കി.
നോക്കി കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഇത് ഒരു ചെണ്ട ഡിസൈനിലാണ്. ഇവിടെ പിള്ളേരുടെ കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്, സൈക്കിളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ എന്താ ഉള്ളത്? എല്ലാം ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം നിലവിൽ നമുക്ക് അങ്ങനെയുള്ള പിള്ളേരൊന്നുമില്ലല്ലോ അല്ലേ? ആ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു മുൻകരുതലുണ്ട് എന്ന് മാത്രം. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ബോക്സ് ആണെങ്കിലും ഇതൊക്കെ എന്തെങ്കിലും സ്റ്റോറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. ഇവിടെയുള്ള നാട്ടുകാർക്കായിട്ട്, അതായത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ജിമ്മ് ഓപ്പൺ ആവാൻ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്തുള്ള പാരൻസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള രക്ഷിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരം. കുട്ടികളെ കൊണ്ടുവരാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഞാൻ ഇതിലൊന്ന് ഓപ്പൺ ആയിട്ടൊന്ന് തടി കുറയ്ക്കാൻ വേണ്ടി കാത്തിക്കുക. ഇത് നമ്മുടെ എച്ചമ്മ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു പോകുന്നു. ഞാൻ ഒരു 1 year ആയി ഇവിടെ വന്നിട്ട്. നല്ല സ്കൂളാണ്, പോണം വെച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് പോണില്ല. ഇനിയും നമ്മള് കുറെ ഫണ്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ മുകളിൽ 3 ക്ലാസ് റൂം, അതുപോലെ പെയിന്റിങ്. അടുത്ത വർഷം നമ്മൾ ഒന്നുകൂടി ഫ്രണ്ടൊക്കെ പെയിന്റ് ചെയ്ത് മനോഹരമാക്കണം എന്നാണ്. പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാൻ നമ്പർ 1 സ്കൂളാക്കുക. ഇന്ത്യയിലെ തന്നെ നമ്പർ 1. എങ്കിലും കുറച്ചുകൂടി കുറവുകൾ ഉണ്ടല്ലോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് കുടിവെള്ള സെറ്റപ്പ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചെറുതായിട്ട് കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും PTA പ്രസിഡന്റും മറ്റുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അവരടുത്ത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഗ്രാമപഞ്ചായത്തിന്റെ LP സ്കൂൾ എന്ന രീതിയിൽ ഇവിടെ ഒരു ജനകീയമായ മുന്നേറ്റമാണ്. അതുതന്നെയാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു LP സ്കൂൾ എന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, ഇതിൽ ഒരു വലിയ ഘടകമുണ്ട്. ഈ ഒരു സ്കൂളിന്റെ അന്തരീക്ഷം പ്രകൃതിദത്തമായിട്ട് ഒരു അന്തരീക്ഷമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലെ പ്രധാനമായിട്ടും PTA, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി, അധ്യാപകർ എല്ലാവരുടെയും, പ്രത്യേകിച്ച് പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഈ ഒരു സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പങ്കാളികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജില്ലയിലെ ഏറ്റവും ആദ്യം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പ്രീമറി എന്ന രീതിയിലേക്ക് എത്തിക്കാൻ വരവൂർ ഗ്രാമപഞ്ചായത്തിന് ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. ഈ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ടാണ് അങ്ങനെ തന്നെ എത്താം. പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് SSയുടെ ഇപ്പോൾ വലിയ സഹായം ആ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരവൂരിന് ലഭ്യമായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെയുള്ള മുൻ HM ദേശീയ തലത്തിൽ അംഗീകാരം, ദേശീയ അധ്യാപക പുരസ്കാരം കിട്ടിയതാണ്. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട HM ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലും PTA പ്രസിഡന്റ് ഉണ്ട് ഇവിടെ. ഞങ്ങളെ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാം ഇവിടുത്തെ ഒരു അംഗം എന്ന രീതിയിലാണ് സ്കൂളിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ 854 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം കൂടിയാണ് ഞങ്ങളുടെ വരവൂർ LP സ്കൂൾ. വരവൂർ ഗവൺമെന്റ് LP സ്കൂള് ജില്ലയിലെ സംസ്ഥാനത്ത് തന്നെ ഒന്നാമതാകാൻ വേണ്ടി പോവുകയാണ്. അതിന് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇവിടെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന PTA, SMC, അധ്യാപകർ, ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ചും വലിയ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇതിലേക്ക് എത്തിച്ചത്. ഇത് തൊട്ടപ്പുറത്ത് കാണുന്ന കെട്ടിടം ബഹുമാനപ്പെട്ട ഇന്നത്തെ മന്ത്രി K. രാധാകൃഷ്ണൻ അവർകളാണ് തുടങ്ങി വെച്ചത്. അതിനുശേഷം UR പ്രദീപ് MLA ആയതിനു ശേഷമാണ് അതിമനോഹരമായ 3 കോടി രൂപയുടെ കെട്ടിടം എല്ലാ സൗകര്യങ്ങളോടും കൂടി അവിടെ നിർമ്മിച്ചത്. പിന്നെ അടിസ്ഥാന സൗകര്യ വികസനം നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഒരു സ്കൂൾ വിദ്യാർത്ഥികളെ പോലെ ഇവിടുത്തെ PTA അംഗങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്ന PS പ്രദീപാണെങ്കിലും VG സുനിലാണെങ്കിലും ഇപ്പോൾ സജീഷും ഒരു അധ്യാപകനെ പോലെ തന്നെ ഈ സ്കൂളിനെ നോക്കി കാണുകയും SMC ഭാരവാഹികൾ ഞങ്ങളെല്ലാം ഏത് വിശേഷ സന്ദർഭങ്ങളിലും ഞങ്ങളിവിടെ വരും. വിശേഷം മാത്രമല്ല ഏത് സന്ദർഭത്തിലും ആവശ്യപ്പെട്ടാലും ഞങ്ങൾ ടീമായി ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ പരിപാലിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇവരാവശ്യപ്പെടുന്നതെല്ലാം ചെയ്യാൻ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കും. ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവ് ചെയ്ത് പുതിയ സ്റ്റേജ്, കുട്ടികൾക്ക് കലാപരിപാടികൾക്ക് അവതരിപ്പിക്കുന്ന സ്റ്റേജ് പപ്പുറമായിട്ട് മാർച്ച് 30 അതിൻ്റെ പൂർത്തീകരണം നടക്കും. അങ്ങനെ വിപുലമായ പ്രവർത്തനം. ഇനി പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിന് വേണ്ടി പുതിയ പ്രപ്പോസൽ പോയിട്ടുണ്ട്. അതെല്ലാം നവീകരിച്ച് സംസ്ഥാനത്തെ 1ാമത് സ്കൂളായി വരവൂരിനെ മാറ്റും. അതിനെല്ലാം ഞങ്ങളുടെ എല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് മുന്നേറുകയാണ്. നമ്മുടെ സ്കൂളിൽ കലാപരമായുള്ള കഴിവുകൾ കുട്ടികൾക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഞായറാഴ്ച ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും നടക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം തന്നെ മറ്റ് കലകളിലും അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വരവൂർ LP സ്കൂളിലെ കുട്ടികളെ ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഇനി ഇവിടെ ഒരു അടുക്കള, അതുപോലെ തന്നെ ഡൈനിങ് ഹാള് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ പദ്ധതി ആയിട്ട് എല്ലാവരും സൂചിപ്പിച്ചു പോയ പോലെ നമ്മുടെ സ്കൂള് മുന്നോട്ട് പോകുന്നത് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ലൊരു പിന്തുണയിലാണ്. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ഉണ്ടായതിന് പുറകിൽ വലിയൊരു പങ്ക്
പഞ്ചായത്തിനുണ്ട്. ഇവിടുത്തെ മുൻ MLA ആയ പ്രദീപേട്ടൻ, രാധേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ കാണുന്ന ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയത്. ഇപ്പോൾ നമ്മുടെ ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിലൊന്നാണ് നമ്മുടെ വരൂർ LP സ്കൂള്. നമ്മുടെ സ്ഥല സൗകര്യങ്ങൾ കുറവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായി നേരിടുന്ന വെല്ലുവിളി. ഒരു പുതിയ കെട്ടിടങ്ങൾക്കുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ കാര്യങ്ങളെല്ലാം ഇവിടെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിന് നല്ലൊരു സപ്പോർട്ടുണ്ട്. വാർഡ് മെമ്പർ ഉൾപ്പെടെ എല്ലാവരും, ജനങ്ങൾ, നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സ്കൂൾ ഇപ്പോൾ ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ LP സ്കൂള്, മറ്റേ മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളുകൾ 4 സ്കൂളുകളാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് LPയിൽ. അതിൽ സർക്കാർ സ്കൂൾ എന്ന തരത്തിൽ വരൂർ LP സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു അഭിമാനമാണ്. അപ്പോൾ നല്ല രീതിയിൽ കലാപരമായ രീതിയിൽ, കായികപരമായ രീതിയിലൊക്കെ നല്ല പങ്കാളിത്തം, സാംസ്കാരികമായൊക്കെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ അധ്യാപകരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും നാട്ടുകാരും പഞ്ചായത്തും എല്ലാവരും കൂടി സപ്പോർട്ടോടെ ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരും ദിവസങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് PTAക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ മഴ പെയ്യണ കാണട്ടോ. ഇതിപ്പോ എന്താ പറയാ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു മഴയല്ല. എങ്ങനെയാണ് ടീച്ചർ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നത്? മഴ പെയ്യുന്നത് പൈപ്പിന്റെ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് മഴ ഇങ്ങനെ പെയ്യുന്നത്. ചെയ്തിട്ടുണ്ടല്ലേ? മഴ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു തീമാണ്. അപ്പൊ ഏത് സമയത്തും മഴ ഉണ്ടായ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് മഴ പെയ്ത് കാണിക്കാന്നുള്ളതാണ്. കാണിക്കുക, പിന്നെ ആ ഫീൽ ഉണ്ടാക്കുക. അതെ അതെ, ഇവർക്കിത് സ്ഥിരമായിട്ട് കാണുകൊണ്ട് അത്ര വലിയൊരു സംഭവം ഇല്ലെങ്കിലും എന്താ പറയാ, നമുക്കൊക്കെ ഇത് ഒരു അതിശയം തന്നെ കേട്ടോ. ആ പിള്ളേർക്ക് ഒരുപാട്, അത് നമ്മുടെ കളിപ്പാട്ട് എന്നുള്ള ബുക്കാണ് അവർക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിലൊരു 30 തീം വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ 11 ഇടങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കായിട്ട്. അപ്പൊ ഒരു ദിവസം 2 ഇടം എന്നുള്ള നമുക്ക് കുട്ടികളെ നമ്മൾ അതിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു. അപ്പൊ അവരുടെ എല്ലാ വികാസ മേഖലയും എല്ലാം ഇവിടെ നടക്കും. മഴയും കാലാവസ്ഥയും കണ്ട ഒരു തീം വരുന്നുണ്ട്. അപ്പൊ അത് ആ സമയത്ത് നമുക്ക് മഴ ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നവർക്ക് മഴയുടെ ഫീല് കിട്ടും. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല വട്ടത്തിൽ ഇങ്ങനെ നിന്നിട്ട് മഴയൊക്കെ പിള്ളേർ കണ്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു സംഭവം തന്നെയാണ്. കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ എല്ലാ മത്സരങ്ങളും നമ്മൾ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഇവിടെ കുട്ടികൾ ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവലൊക്കെ കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന കോമ്പറ്റീഷൻ കുട്ടികൾ പങ്കെടുക്കും. ഏകദേശം ഈ തവണയും ഏകദേശം ഒരു 30ഓളം കുട്ടികൾ നമ്മൾ സ്കൂളിൽ നിന്ന് ആയിട്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കും. പരിപൂർണമായിട്ട് ഇവിടുത്തെ സ്കൂളും ഇതിൻ്റെ ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. നമ്മുടെ കുട്ടികളെ പെർഫോം ചെയ്യാറുണ്ട്. കോമ്പറ്റീഷൻ നല്ല രീതിയിൽ പങ്കെടുക്കാറുണ്ട്. വലത്ത് നടന്ന് കളരി കൊട്ടുമെന്ന് വെച്ച് നന്നായിട്ട് ബോഡീനെ വലിച്ച് ചെയ്യാം. വലത് കാലെടുത്ത് തൂക്കി നികിച്ചോട്ടി. ഞാനൊക്കെ പരിശീലനം തുടങ്ങുന്ന കാലത്തൊക്കെ ഇത്രമാത്രം പ്രസക്തമല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക്, അവർ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്ക് എതിരെ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അതൊക്കെ നമുക്കൊരു വലിയ സംഭവമാണ്. അതിനെ നമ്മൾ കുട്ടികൾക്ക് സെൽഫ് ഡിഫെൻസിൻ്റെ ട്രെയിനിങ്ങുകൾ നമ്മൾ വളരെ പെട്ടെന്ന് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോഡിൽ വെച്ചിട്ടൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനും ആ മുന്നിലുള്ള ആളെ നിഷ്പ്രയാസം ഒഴിവാക്കാനുമുള്ള പ്രത്യേക ട്രെയിനിങ്ങുകൾ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ കളരി ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ 7 വർഷമായി കരാട്ടെ പരിശീലനം കൊടുക്കുന്നു പിള്ളേർക്ക്. വേണു മാഷ കീഴിലാണ് കരാട്ടെ പരിശീലനം കൊടുക്കുന്നത്. പിള്ളേരിപ്പോൾ ഇപ്പോൾ ഈ വെക്കേഷൻ ആയാലും പിള്ളേർ കുറവാണ്. നല്ല അഭിപ്രായം. ഞാൻ 5 വർഷമായി പഠിക്കുന്നു. 5 വർഷമായിട്ട് ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? അതെ, നല്ല ക്ലാസ്സാണ്. മാഷൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ കളരി പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. പിന്നെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവും എല്ലാ കാര്യത്തിലും. മാത്രമല്ല ഇപ്പോൾ കോമ്പറ്റീഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഗ്രേസ് മാർക്കിനൊക്കെ ഉപകരിക്കും. അതുപോലെ നമ്മുടെ അബി ഇവിടെ ഉണ്ട്. അബിക്ക് എന്താണ് പറയാനുള്ളത് ക്ലാസ്സിനെ പറ്റിയിട്ട്? നല്ല അഭിപ്രായമാണ്. കോൺസെൻട്രേഷൻ ഭയങ്കര ഇൻക്രീസ് ആവുന്നുണ്ടല്ലേ? 7 വർഷമായിട്ട് കളരി പഠിക്കുന്നുണ്ട്. മോള് ബൃന്ദ ഇവിടെ വേണുഗോപാൽ മാഷിൻ്റെ അണ്ടറിൽ കരാട്ടെ പഠിക്കുന്നുണ്ട്. അപ്പം 2 വർഷമായി ഇപ്പോൾ അഭ്യസിക്കുന്നു. ഇപ്പോൾ ബ്ലൂ ബെൽറ്റായി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ പെൺകുട്ടികൾക്ക് എതിരെ അതിക്രമങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു സാഹചര്യത്തിൽ നമ്മളെന്തായാലും അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിലും
പിന്നെ മാനസികമായിട്ടും മെൻ്റലി ഹെൽത്തി ആയിട്ടും അവർക്കൊരു എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ കുട്ടികൾ ഫോണിലും വീടിനുള്ളിൽ തന്നെ ടി വിയുടെ മുമ്പിലും ഫോണിൻ്റെ മുമ്പിലും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടും ഒരു ആരോഗ്യം കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു കായികപരമായി അഭ്യസിച്ചേ പറ്റൂ. അപ്പം അതന്നെ അവളാണെങ്കിൽ തീരും ഈ പറഞ്ഞ പോലെ എപ്പോഴും ഫോണ് എന്നുള്ളൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് മുന്നേ. അപ്പം ഇതിലേക്ക് ആയപ്പോൾ പിന്നെ അതൊരു എക്സസൈസ്, ശരിക്കും അവർക്കതൊരു നല്ലൊരു ഹെൽത്തിയാണത്. മോളുടെ അമ്മയാണ് അല്ലേ? മോൾ എത്ര ഇവിടെ പഠിക്കാൻ വരൽ തുടങ്ങിയിട്ട്? 6 വർഷമായിട്ട്. അമ്മ എപ്പോഴും സപ്പോർട്ടാണ്. അമ്മക്ക് എന്താ പറയാനുള്ളത്? അല്ല, ഇന്നത്തെ കാലത്ത് സെൽഫ് ഡിഫെൻസിങ് എപ്പോഴും ആവശ്യമാണ് കുട്ടികൾക്ക്. അത് മാത്രമല്ല, അവർക്ക് കുറച്ച് ക്ഷമ ഉണ്ടാവാനും പേഷ്യൻസ് ലെവലൊക്കെ കൂടുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും നല്ലതാണ്. ഹെൽത്ത് ഇപ്പോ കുട്ടികൾ ഇന്നത്തെ പുറത്തിറങ്ങാത്ത മാത്രമായിട്ട് ഇരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് കായികപരമായിട്ട് കുറച്ച് ഹെൽത്ത് ഒക്കെ നല്ലതാണ്. അതെ അതെ, അങ്ങനെയാണ് നമ്മുടെ മോളെല്ലാം പ്രാവശ്യം ഇവിടെ കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഇതുപോലുള്ള പേരൻസ് ഒക്കെ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടെങ്കിൽ ഇതവിടെ അത്ര നല്ല ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരിക. നമ്മുടെ മാഷും അതുപോലെ ഗുരുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇവരെ കൂടാണ്ട് ചേർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരിവിടുന്ന് ഇറങ്ങി പോവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എന്താ ചെയ്യുക, നേരെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാനും അവർ ആ ഒരു ഹെൽത്തും അതുപോലെ തന്നെ മെൻ്റലി എല്ലാ കാര്യങ്ങൾക്കും നല്ല ഗുണം കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വർഷം പിറക്കുമ്പോൾ പടിപടിയായിട്ടുള്ള വളർച്ചയാണ് നമുക്ക് കാണാൻ സാധ്യമാവുന്നത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ, മുൻ MLA, അതുപോലെ തന്നെ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് എന്നീ ഘടകങ്ങളെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ജനകീയ സമിതി, PTA ഒക്കെ ഈ ഒരു ഘടകം നമ്മുടെ സ്കൂളിലെ വിപുലമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സാധ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഒരു പുതിയ വർഷം പിറക്കുകയാണ്. ആ വർഷം പിറക്കുമ്പോൾ ഏറ്റവും മികവാർന്ന രീതിയിൽ നല്ല പഠനത്തോടൊപ്പം കഴിവുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക എന്നുള്ള ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് ഒരു പുതിയ വർഷം പിറക്കുന്നതിനും അതോടൊപ്പം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും അതോടൊപ്പം തന്നെ പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.